അല്ല, ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു പാർട്ടിയാണ്. അതിനകത്ത് എനിക്ക് സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ആ പാൻ ഇന്ത്യൻ പ്രസൻസ് ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു. കാര്യം അവർ പ്രവർത്തിക്കുന്നില്ല, പ്രോപ്പർലി പ്രവർത്തിക്കുന്നില്ല, ഒരു പ്രതിപക്ഷ ശക്തിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അവരിപ്പം കേരളത്തിലൊരു ഡിബേറ്റ് വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് CPM എവിടെ ഉണ്ട്, നിങ്ങൾ ബംഗാളിൽ തകർന്നില്ലേ, ത്രിപുരയിൽ തകർന്നില്ലേ, ഇവിടെ എല്ലാം ഉള്ളത് ഞങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്നില്ല, ഒരാശയം രൂപീകരിച്ചുകൊണ്ട് വരാൻ പറ്റുന്നില്ല. നോക്കൂ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്, അത് കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഞാൻ കേൾക്കുകയും ചെയ്തു. വളരെ നന്നായി മനോഹരമായ ഒരാൾ പറഞ്ഞു, ഞാൻ ആ ആൾ മറന്നുപോയി ആരാ പറഞ്ഞതെന്ന്. ആ സംഘപരിവാറിനെതിരെ ആശയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വിജയമുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെ എപ്പോഴും ഈ പറയുന്ന BJPയും സംഘപരിവാറും എതിർക്കുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എതിർക്കുന്നത് CPIഎമ്മിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ്. ആ ആശയം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് വിചാരിച്ചാൽ കഴിയും. പക്ഷേ വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷേ പുലിയെ പിടിക്കാൻ മാട്ടെ, കാര്യം വിചാരിക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ. അത് തന്നെയാണ് ഈ കോൺഗ്രസ് ചെയ്യുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല പോയിന്റിലും സാക്രിഫൈസ് ചെയ്തു, കോംപ്രമൈസ് ചെയ്ത് നിൽക്കുകയാണ്. അത് CAA കാര്യത്തിലാണെങ്കിലും, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാശ്മീരിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ അഭിപ്രായം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അഭിപ്രായം എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ ശക്തമായി കോൺഗ്രസിൻ്റെ നിലപാടായി അത് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് അവരൊരിക്കലും ചെയ്യില്ല. കാര്യം അത് ഒരു സെമി BJP ലെവലിലുള്ള കളിയാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളി കളിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകത്തില്ല. അത് കോൺഗ്രസ് പാർട്ടി എന്ന് മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാര്യം മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. ഈ കളി കളിച്ചുകൊണ്ട് സെമി BJP കളി കളിച്ചുകൊണ്ട് കോൺഗ്രസ് ഗതി പിടിക്കത്തില്ല. നഗ്നമായ കൊള്ളയടിയെയും പ്രതിപക്ഷ വേട്ടയാടലിനെയും ചെറുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് വരാനാകുന്നില്ല? അതുകൂടിയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്.